കോഴിക്കാനത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. കോഴിക്കാനം എന്ന് പറയുന്ന ആ ഒരു ചെറിയ സിറ്റിയിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി കേട്ടോ. അവിടെ കണ്ടോ പഴയകാല ലയങ്ങളൊക്കെ കാണാം. പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. പണ്ട് മുതലേ ഒരുപാട് ആൾക്കാർ താമസിച്ച് വരുന്നൊരു മേഖല ഇവിടെ. ഇതുവഴി മുകളിലോട്ടാണ് ഏലപ്പാറ കുരിശുമലക്കൊക്കെ കയറി പോകുന്നത്. കുറേ അങ്ങ് കയറി പോകാനുണ്ടേ. കുരിശുമലയുടെ താഴത്തെ ഒരു പള്ളിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയോ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് പള്ളി, കുരിശുപള്ളി. ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ വളരെ മനോഹരമായൊരു അമ്പലമൊക്കെ കാണാവേ. അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് അമ്പലം. ഇവിടുന്ന് അങ്ങോട്ടുണ്ടോ നല്ല വ്യൂ ആണേ. അങ്ങ് മുകളിലെ കോഴിക്കാനം കുരിശുമലയൊക്കെ നമുക്ക് കാണാം. കുറേ അധികം വീടുകളൊക്കെ ഉള്ള വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ കോഴിക്കാനം. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് ഇനി ഹെലിബ്രിയ ഏരിയ വരാൻ പോകുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയുടെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹെലിബ്രിയ ആണേ. ഇതുണ്ടോ താഴെ ഒരു വലിയ ലേക്കൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ താഴെ കൊണ്ട് റോഡൊക്കെ അങ്ങോട്ട് പോകുന്ന കാണാം. ആ ലേക്കിനോട് ചേർന്നുണ്ടല്ലോ കുറേ ലയമൊക്കെ ഉണ്ടേ. അതുകൊണ്ടോ ആ മരക്കൂട്ടങ്ങളുടെ ഇടയിലായിട്ട് കുറച്ച് വീടുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരുപാട് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ താഴെ ഒരു ബന്ധക്കോസ്ത് പള്ളിയൊക്കെ ഉണ്ടേ, ആ കാണുന്നത്. അതിന് ചുറ്റുപാടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ മലനിരകളുടെ ഇടയിൽ കൂടെ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. അതിലേ ഒരു വഴി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ വഴി ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മരക്കൂട്ടത്തിനുള്ളിൽ ഇരിക്കുന്ന കുറേ വീടുകളിൽ ഇവിടെ വലിയൊരു വീടുമുണ്ട്. അതിൻ്റെ താഴത്തെ പഴയൊരു ബംഗ്ലാവ് മറ്റാന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. കണ്ടോ പഴയ കാലത്തെ ഒരു വലിയൊരു കെട്ടിടം കണ്ടോ. ഇന്നും അത് നല്ല ഇതായിട്ടാണ്, നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് എസ്റ്റേറ്റിൻ്റെ വകയിലുള്ള ഒരു പഴയകാല നിർമ്മിതി. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ മുകളിലോട്ട് റോഡ് പോകുന്നുണ്ട്. അതിലേക്ക് കുറേ വീടുകൾ അങ്ങോട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു കെട്ടിടവും കൂടെ അവിടെ ഉണ്ട്. ഇതും പണ്ട് കാലത്ത് നിർമ്മിച്ചൊരു കെട്ടിടമാണ്. ഇന്നിപ്പോൾ ഇതിലും താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആൾക്കാർ. ഇവിടെ നിന്നൊക്കെ നമുക്ക് താഴോട്ടൊക്കെ ഒത്തിരി നല്ല വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. താഴത്തെ ആ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന എസ്റ്റേറ്റിലെ കെട്ടിടങ്ങൾ, അങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി കാണാനുള്ളത്. ആ ലേക്കിൻ്റെ ഒരു കാഴ്ച നമുക്ക് വീണ്ടും ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അല്ല ആകാശമൊക്കെ തിളങ്ങി വെള്ളത്തിലിങ്ങനെ കാണാം. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി മുന്നോട്ട് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാവേ. ഈ ഭാഗത്തെ അതുപോലെ തന്നെ 2021 ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വീടിൻ്റെ ഒരു അടുക്കള വശമൊക്കെ ഇങ്ങനെ തകർന്നു പോയി. ഒരാളതിൽ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വഴിയൊക്കെ ബസ് ട്രിപ്പും ഉണ്ട്. പിന്നെ ഒരു കുറേ ഈ ട്രിപ്പ് ജീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ചെല്ലുമ്പോൾ മറ്റൊരു പള്ളിയൊക്കെ കാണാവേ. കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇനി മുന്നോട്ട് നമുക്ക് കാണാനുള്ള. ആ കാണുന്ന ഒരു സ്ഥലം കണ്ടോ, അവിടെ നേരത്തെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ. ഫാക്ടറിയൊക്കെ പൊളിച്ച് മാറ്റപ്പെട്ടു പോയതാണ്. അതിൻ്റെ ചുറ്റുമതിലും പിന്നെ മെയിൻ ഗേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാവേ. ഞാനൊന്ന് സൂം ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. വലിയൊരു ഫാക്ടറി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു ജംഗ്ഷനായിട്ട് അതൊരു ചെറിയ അമ്പലത്തിൻ്റെ ഒരു സംഭവമൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ കാണുന്നത്. അതിലൊരു ചേട്ടനാണ്ട് ഇറങ്ങി പോന്നു. ഈ തോട്ടമൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്നാണ്. അപ്പം നമ്മൾ വന്ന വഴിക്ക് 2 ചേട്ടന്മാരെ കണ്ടു കേട്ടോ. പേര് പറയാവോ? എന്റെ പേര് ജോൺസൺ. അപ്പുറത്തോ? ഷാർലിസ്. ഇവിടെ തോട്ടത്തിലൊക്കെ പണിക്കുണ്ടായിരുന്നവരാണോ? നേരത്തെ ഉണ്ട്, ഇപ്പൊ പണിക്കൊന്നുമില്ല. ഇപ്പൊ പണിക്കൊന്നുമില്ല, കാലി അടിച്ച് കിടക്കും അല്ലേ. ഇപ്പൊ പെൻഷനും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാ അല്ലേ. ആ, ഇത് നേരത്തെ വലിയ എസ്റ്റേറ്റ് ഒക്കെ അല്ലായിരുന്നോ? നല്ല എസ്റ്റേറ്റ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നല്ല ഒത്തിരി പണിക്കാരൊക്കെ. അതിന്റെയൊക്കെ ബാക്കിയായിരിക്കും ആ ഫാക്ടറി ഒക്കെ പൊളിഞ്ഞു കിടക്കുന്നല്ലേ. ഇത് മൊത്തം കള്ളന്മാര് കൊണ്ടുപോയത്. അത് ശരി, അതെങ്ങോട്ട് കൊണ്ടുപോയി? ആണോ? അവനൊക്കെ ചത്തുപോയല്ലേ. അല്ലേ.
ആ എല്ലാം പോയി. ആ ഇപ്പൊ അങ്ങനെ പോന്നു, സുഖമായിട്ട് അങ്ങനെ പോന്നു. അങ്ങനെ പോകുന്നു. ചുമ്മാ ഇനിയുള്ള കാലമൊക്കെ ഇങ്ങനെ ലൈഫൊക്കെ ആസ്വദിച്ചു പോവാ അല്ലേ? അതെ, അതെ. ഞാനിവിടെ ഒക്കെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ആ ശരി ശരി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളെങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോകുന്നത് നല്ലതല്ലേ, ആ ഒരു ഗ്രാമത്തിലൊക്കെ വരുമ്പോഴേ. ആ ശരി. അങ്ങനെ ശരി, എന്നാ കാണാം. ആ ശരി ശരി ശരി. ആ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ ലയമൊക്കെ കാണാം കേട്ടോ. ഇതിലൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസമുണ്ടല്ലേ? പിന്നെ എല്ലാത്തിലും താമസമുണ്ട്. താമസമുണ്ടല്ലേ? 1-2 പേരേ ഉള്ളൂ. പേടിച്ചിട്ട് ആരും ലയത്തിലില്ല. അയനാ എല്ലാം പോയത്. എല്ലാരും ആൾക്കാരെല്ലാം പോയല്ലേ? എല്ലാരും വീട് വെച്ച് വേറെ മാറി. അപ്പൊ 2-3 സെന്റും സ്ഥലമൊക്കെ മേടിച്ച് എല്ലാരും വീട് വെച്ചൊക്കെ മാറി എന്ന് പറയുന്നത് നമ്മളൊരു എന്നാന്ന്. അപ്പൊ അവരെ എടുത്തേക്കാം. അങ്ങനെ വരുന്ന വഴി നമുക്കൊരു പള്ളിയുടെ കാഴ്ചകളും കൂടെ കിട്ടി കേട്ടോ. ഇതവിടെ വളരെ മനോഹരമായൊരു പെയിൻ്റൊക്കെ ചെയ്തൊരു പള്ളി. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നല്ലൊരു ഗാർഡനും പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പള്ളി മുറിയും പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ടേ. കാലാവസ്ഥ ഒട്ടും ഓക്കെ ആവുന്നില്ല കേട്ടോ, അപ്പടി ഡാർക്കാണേ. ഇതുകൊണ്ടോ, അതുകൊണ്ട് ഞാൻ ക്യാമറ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഫോണിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറയിലെടുക്കും വളരെ മോശമായിട്ടുള്ളൊരു കാഴ്ച കിട്ടുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് തിരിയുമ്പോൾ നമുക്കൊരു കുറച്ച് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടോ. ഇതും കോഴിക്കാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് എസ്റ്റേറ്റിൻ്റെയും അല്ലാതുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഒരു ചേട്ടനാണ് പണിയൊക്കെ കഴിഞ്ഞ് വിറവൊക്കെ ചുമന്ന് വരുന്നുണ്ട്. ഇവിടെയാണ് വേറൊരു ചേട്ടൻ കൊടിയുടെ ചോട്ട് കുത്തിയിരിക്കുന്നുണ്ട്. അതെടുത്തു. ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞോ? ഇത് പച്ചത്തടിയല്ലേ? കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ടെടുക്കാനോ? പോസ്റ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്നു അല്ലേ? പേരെന്നാ? തങ്കവേൽ. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ? എസ്റ്റേറ്റിലെ പണിയൊക്കെയാ? ഞാൻ കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു വരാം. അപ്പോൾ കാണുന്നവരെയൊക്കെ കണ്ടത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ കട്ടപ്പനയാ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഹെലിബ്രിയൊക്കെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടുമല്ലോ. കോഴിക്കാനം ഇനിയും 2 കിലോമീറ്റർ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഹെലിബ്രിയ തുടങ്ങുന്നത്. ചേട്ടൻ്റെ പേരെന്നാ? സണ്ണി. ഇവിടെ തന്നെ ഉള്ളതാണോ? എസ്റ്റേറ്റ് ജോലിയാണോ? ഇപ്പോഴും ജോലിയാണോ? എല്ലാവരും ഇവിടെ തന്നെയാ അല്ലേ? ഇവിടെ തന്നെ ജനിച്ചോളണേ. ശരി എന്നാ, കണ്ടത് സന്തോഷം. ഓക്കെ. എൻ്റെ ഒരു വിനോ. ഞാൻ കട്ടപ്പനയാ. അതെ അതെ അതെ, കട്ടപ്പന അടുത്ത് തന്നെയാണ്. ഇവിടെ ഇലപ്പക്കട അതിലേ കുറച്ച് ആൾക്കാരൊക്കെ കയറി പോകുന്നു കേട്ടോ. തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് കയറി പോകുന്നത്. നമുക്ക് ആ വഴിക്കൊന്ന് പോകണം. അതിലേ കുറച്ച് കാഴ്ചകൾ കിട്ടാനുണ്ട്. ഈ ഒരു ഭാഗത്തൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കടയുടെ സൈഡിൽ ഇവിടെയായിട്ട് ഒരു ചെറിയ വീടും ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടേ. അതുകൊണ്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിലും കൊള്ളാം കേട്ടോ. നമുക്ക് മുകളിൽ നിന്ന് സ്റ്റെപ്പായിട്ട് ഒഴുകി വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ നിന്നൊക്കെ മുകളിലോട്ടൊക്കെ വീടുകളിലോട്ട് കയറി പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ടേ. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ശ്രീ മാരിയമ്മൻ ക്ഷേത്രം 2ാം മൈൽ അല്ല 2ാം ഡിവിഷനാണ് കേട്ടോ. ആ ജീപ്പ് ഇറങ്ങി വന്നില്ലേ, ആ വഴിക്കാണേ. നമുക്കതിലെ അവിടെ വഴി എപ്പോഴും ഓഫ് റോഡായിട്ട് കിടക്കുക. ആ വഴിയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി താഴെക്കൂടെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഈ വഴി അങ്ങോട്ട് പോകുന്നതെന്നറിയാമോ? നമ്മൾ അപ്പുറത്ത് കൊണ്ടൊരു ലേക്കില്ലേ, ആ ലേക്കിലേക്ക് പോകുന്നൊരു വഴിയായതേ. അവിടെ ഒരു കലുങ്കുണ്ട്. പിന്നെ അങ്ങനെ ചുറ്റി ഇതാ ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. അതിലേ കൂടെ അങ്ങനെ കറങ്ങി അടിച്ചാണ് ആ വഴി പോകുന്നത്. പക്ഷേ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി, ബദൽ ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും നമുക്കങ്ങനെ കയറി പോകാനുള്ളൊരു പെർമിഷൻ കിട്ടാതെ നമുക്ക് പോകാൻ പറ്റില്ല. അല്ലായിരുന്നു അതിലേക്ക് പോയാൽ നല്ല കാഴ്ചകൾ സാധാരണ ആൾക്കാർക്ക് പോകാം. നമ്മൾ ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ അത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ അതുകൊണ്ടാണ് പോകാത്ത കേട്ടോ. നമ്മൾ മോളിൽ കണ്ട ആ ഒരു ചെറിയ വെള്ളച്ചാട്ടമില്ലേ, അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത്. താഴോട്ടങ്ങനെ നല്ല മഴയുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പക്ഷെ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കുറഞ്ഞൊരു വെള്ളമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ആ ഉരുള് പൊട്ടി എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു സൈഡിൽ അങ്ങോട്ടാണ് കേട്ടോ. അവിടെ അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷേ വഴി മുഴുവൻ കട്ടർ റോഡായിട്ട് കിടക്കുവാണേ. ആ 2ാം ഡിവിഷനിലോട്ട് പോകുന്ന വഴി. ആ ഒരു ഭാഗത്ത് അതിൻ്റെ അപ്പുറത്തെ മറുവശത്തെ ഒരു വീടാണ് ഉരുള് പൊട്ടി പോയത്. ഹെലിബറിയ ഉരുളുപൊട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതൊരു കോഴിക്കാനം ആ ഒരു മേഖലയാണ് ഇതെല്ലാം. കോഴിക്കാനം 2ാം ഡിവിഷനൊക്കെ ഇത്. പഴയകാല നിർമ്മിതിയിലുള്ളൊരു വീട് കണ്ടോ.
ഇതും എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു ഓഫീസ് വന്നിട്ടേ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ അത് എന്താണെന്ന് അറിയില്ല, പൂട്ടിയൊക്കെ ഇട്ടിരിക്കുക. ഇവിടുന്ന് മുന്നോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ പോകേണ്ട ആ ഒരു വഴിയൊക്കെ അങ്ങ് താഴെ കൂടെ പോകുന്നുണ്ടോ. ഇവിടുന്ന് ഇനി 2.5 കിലോമീറ്റർ ഉണ്ട് ഹെലിബ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ. അതുപോലെ തന്നെ ആ മേട്ടിൽ കൂടെ കണ്ടോ വീടുകളിരിക്കുന്നത്, അതാ 2ാം ഡിവിഷനിലോട്ട് പോകുന്ന വഴിക്കാണ്. അതല്ല ഈ എസ്റ്റേറ്റിൽ തന്നെ ജോലി ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പുറത്തിറങ്ങി സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ചിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ പുറകിൽ കണ്ട ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. എസ്റ്റേറ്റിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ 3 മണിയായില്ലേ, അപ്പോൾ അവിടുത്തെ പണിയൊക്കെ നിർത്തി കാണും അവർ. നമ്മുടെ ഏലപ്പാറ ചപ്പാത്ത് റോഡ് കണ്ടോ, അതിലെ വാഹനങ്ങളൊക്കെ ചെറുതായിട്ട് പോകുന്ന കാണാം കേട്ടോ. ആ ഒരു ഹോം സ്റ്റേ ഒക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അന്നേരം നോക്കുമ്പോൾ ഇതുകൊണ്ട് ഡാർക്കാണ് വരുന്നത്. അപ്പോൾ ഫോണിലെടുത്താലേ കുറച്ച് ലൈറ്റ് കിട്ടുള്ളേ. ഇപ്പോൾ ഈ പടിഞ്ഞാറ് നമ്മൾ കിഴക്കോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് ലൈറ്റ് ഒരുവിധം കിട്ടേണ്ടതാണ്. വരുന്ന വഴിക്ക് ഇവിടെ നോക്കും ആ മലമടക്കുകളുടെ ഇടയിലായിട്ടൊരു ചെറിയ ടൗൺ കാണുന്നുണ്ടോ. അതെനിക്ക് തോന്നുന്നു 4 മൈലാന്ന് തോന്നുന്നു. 4 മൈൽ പള്ളിയൊക്കെ. അത് തന്നെ. ഇവിടുന്ന് ഇനിയും ഹെലിബ്രിയയ്ക്ക് 1.25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് കുളന്തൊക്കെ എടുത്തിരിക്കുന്ന ചേച്ചിമാരെ കണ്ടോ, അവരതൊക്കെ കഴിഞ്ഞ് ഇനി വണ്ടിയൊക്കെ നോക്കിയിരിക്കുക. അവരെ കൊണ്ടുപോകാനായിട്ട് എസ്റ്റേറ്റിൻ്റെ വണ്ടിയൊക്കെ വരുവേ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാൽ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് കേട്ടോ. പക്ഷേ മഴയില്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളൊന്നും അത്ര ശക്തമൊന്നുമല്ല, എങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ റോഡൊക്കെ ഉണ്ടല്ലോ, പണിതുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിലെ വന്നിട്ടുണ്ടേ. അന്നേരം ഈ കലുങ്കുപണിയൊക്കെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പോഴാണ് വരുന്നത്. ഇത് കണ്ടോ, ഈ തേയിലത്തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ കല്ലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ചില ഭാഗങ്ങളൊക്കെ ഈ പാറയായതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ഇങ്ങനെ തേയിലച്ചെടികൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരിടത്തുനിന്ന് ആ പൈപ്പിൽ കൂടെ വെള്ളം ചാടുന്നൊരു ഭംഗിയുള്ള കാഴ്ച കാണാമായിരുന്നു. അത് കണ്ടോ. മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ലതായിട്ട് കാണാം. ന്യൂട്രടി പോവുകയാണേ. ആ വെള്ളം ഇങ്ങനെ വീഴുന്നതിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ. പക്ഷെ ഇവിടെ എന്തുമാത്രം വേസ്റ്റാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കാഴ്ചകളുണ്ട്, അത് നമുക്കൊന്ന് കണ്ടിട്ടൊക്കെ പോകാവേ. കുറച്ച് ഒരു ചെറിയ വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ആയിട്ടേ. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ചെറുത്. ഇത് കണ്ടോ. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് വേസ്റ്റ് കുപ്പികൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അവരിങ്ങനെ വന്നിട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുപ്പിയൊക്കെ ആയിട്ട് വന്ന് പരിപാടിയൊക്കെ വെച്ച് പോകുന്ന. പാറയൊക്കെ തെന്നി കിടക്കുമായിരിക്കും, ഇതിനെ കൂടെ കയറാവും. അതെ, ചവിട്ടുമ്പോൾ തെന്നുന്നുണ്ട്. നല്ല രസമല്ലേ നിൽക്കാം. മലയുടെ മുകളിൽ നിന്ന് വരുന്നതാണ്. ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇത് പോകുന്നതാണ്. നല്ല കിളുകളാ പോകുന്നു ആ കലുങ്ങിൻ്റെ അടിയിൽ കൂടെ. അവിടെ ഒരു മരമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഫോണിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏറ്റവും എളുപ്പം കേട്ടോ. ചില ക്ലാരിറ്റി കുറവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് കറക്കി പിടിച്ചൊക്കെ എടുക്കാം. ക്യാമറയിലാകുമ്പോൾ അതൊന്നും നടക്കില്ല, ഒരു ആവറേജിനെ പറ്റുള്ളൂ. ഞാൻ പണ്ടില്ല വരുന്ന സമയത്തെ അന്നും കൊണ്ടുവച്ചിട്ടുണ്ട് ഈ പൈപ്പുകളെ കലിങ്ങിൻ്റെ അകത്തോടൊക്കെ കയറ്റാനേ. ഇപ്പോൾ ഇതിനകത്തൊക്കെ ഒളിത്താവളങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത്. എന്നാ വലിപ്പമുള്ളതാണെന്ന് നോക്കിയത്. ഇതിനകത്തോടെ നമുക്ക് കയറി ഇതുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാം. മറുമുറമൊക്കെ എത്തുവേ. നല്ലൊരു എക്കോ ഒക്കെ ഇല്ല ഇതിനകത്ത് സൗണ്ട് ഇടുമ്പോൾ. ഇതിൻ്റെ അപ്പുറത്തൊരു പൈപ്പും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നൊരു മനോഹരമായ കാഴ്ചയും കാണാവേ. ഇവിടെ നോക്കിയാൽ കണ്ടമാനം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുവേ. കാരണം വെച്ചാൽ ഇങ്ങനെ താഴോട്ടൊക്കെ നല്ല കാഴ്ച കേട്ടോ. അങ്ങോട്ട് അതുപോലെ ഈ ഭാഗത്തൊക്കെ കുറേ മരങ്ങളും തേയിലച്ചെടികളും ഇടയ്ക്കൂടെ ഈ ചെറിയ വെള്ളച്ചാലും ഇതുണ്ടൊരു വാഴ നിൽക്കുന്നത്. പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആ വെള്ളത്തിൻ്റെ ഒരു കാഴ്ച കാണാം കേട്ടോ. കണ്ടോ,
അതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അപ്പൊ നമുക്കിനി താഴോട്ട് തന്നെ പോകാവേ. സ്കൂട്ടറൊക്കെ പോകുന്ന പോക്ക് നോക്കി. ഇവർക്ക് ഇതിൽ ഓടിച്ച് നല്ല ശീലമാണ്. ഇവിടെ ഒരു വാഗമരവും അതിൻ്റെ ചോട്ടിലിങ്ങനെ ഇരിക്കാൻ പാകത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നോക്കിക്കഴിയുമ്പോഴാണ് ഏകദേശം നമ്മൾ ആ ഹെലിബ്രിയ ആ ഒരു മേഖലയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊരു പുതിയ കടകളൊക്കെ എന്തോ സംഭവം തുടങ്ങിയിട്ടുണ്ട്. ടൂറിസം കണക്കൂട്ടി വന്നതാണോ എന്നറിയില്ല. ഇത് അവിടെ നിന്ന് അങ്ങനെ ആ റോഡ് അങ്ങനെ ചെന്നിട്ട് ഹെലിബ്രിയ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഹെലിബ്രിയയ്ക്കൊരു ഒരു 100-150 മീറ്ററേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ലൈറ്റൊക്കെ കിട്ടുന്നുണ്ടേ. അവിടെ നിന്നൊരു സ്കൂട്ടി വരുന്നതുണ്ടോ? ഇവിടുന്ന് ഇനിയിപ്പോൾ ഏലപ്പാറയ്ക്ക് 5 കിലോമീറ്റർ. അപ്പം ഏലപ്പാറ ഹെലിബ്രിയ 5 കിലോമീറ്റർ ദൂരം. ഈ റൂട്ടിൽ ബസ്സൊക്കെ ഉള്ളതാണേ. പക്ഷേ നമ്മൾ വന്നപ്പോൾ ബസ്സൊന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ ഇതിലെ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. ആ റോഡിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്നൊരു ഓഫ് റോഡാണ്. അത്ര ഓഫ് റോഡല്ല, വേണേൽ സ്കൂട്ടറൊക്കെ ആയിട്ട് പോവാം. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി ഹെലിബ്രിയ എസ്റ്റേറ്റ്, ചിന്നാർ ഹെലിബ്രിയ എസ്റ്റേറ്റ്. സ്പൈസ് ഡിവിഷൻ, കോഫി ബോർഡ്, ബംഗ്ലാവ്, ഡിസ്പെൻസറി, ഓഫീസ്, ടീ ഫാക്ടറി, AGM, ബംഗ്ലാവ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ ഇവിടുന്ന് മ്ലാമലയ്ക്ക് 8 കിലോമീറ്റർ സംതിങ് ആണേ. ഇവിടെ കാപ്പിത്തോട്ടമുണ്ട് കേട്ടോ. ഇവർക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കാപ്പി, അറബി, കാവേരി അങ്ങനെയുള്ള കാപ്പിയൊക്കെയാണ് ആദ്യം നമുക്കിവിടെ കിട്ടുന്നത്. ഹെലിബ്രിയ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ എസ്റ്റേറ്റ് ഒന്നുമല്ല, വലിയൊരു എസ്റ്റേറ്റ് ആട്ടോ. പണ്ട് വേറെ ഏതോ പട്ടന്മാരുടെ അവരവരൊക്കെ കയ്യിലിരുന്ന തോട്ടങ്ങളാണ് ഇപ്പോൾ ഈ ഹെലിബ്രിയക്കാരുടെ ഒക്കെ കയ്യിലിരിക്കുന്നത്. ഹെലിബ്രിയ എന്ന് പറഞ്ഞിട്ട് ബദൽ ഗ്രൂപ്പിൻ്റെ ആണോ എന്നറിയത്തില്ല. ബദലിൻ്റെ ഗ്രൂപ്പ് കൂടെ നമ്മൾ ആദ്യം കയറി വന്നേ. എന്തായാലും അതിനെപ്പറ്റിയുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ അറിയത്തില്ല. നമുക്ക് ആരെങ്കിലും വഴിക്ക് കിട്ടുവാണെങ്കിൽ ചോദിച്ചു നോക്കാം കേട്ടോ. എന്തായാലേ റോഡ് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളും കാപ്പിത്തോട്ടമൊക്കെ ആയിട്ട്, താഴെ മുകളിലും കാപ്പിത്തോട്ടമാണേ. താഴെ കാപ്പിത്തോട്ടം, മേളിലോട്ട് തേയിലത്തോട്ടം കേട്ടോ. ഹെലിബ്രിയ എസ്റ്റേറ്റിൻ്റെ ഒരു നെയിം ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇടത്തെ സൈഡിലേക്കാണ് അവരുടെ ഓഫീസിലോട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നത്. ഹെലിബ്രിയ എസ്റ്റേറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ നല്ല മനോഹരമായ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കുറേ. ഈ വഴിക്കാണ് ബംഗ്ലാവിലോട്ടൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. രജിസ്റ്റേർഡ് ഓഫീസ് 24-432 മാരാർ റോഡ്, വില്ലിംഗ്ടൺ ഐലൻഡ്, കൊച്ചി 3. അങ്ങനെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹെലിബ്രിയ എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് തേയിലച്ചെടികളുടെ ഒക്കെ ആയിട്ടുള്ള മനോഹരമായ കാഴ്ചകളും വേറെ കുറേ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് ചപ്പാത്ത് വള്ളക്കടവ് വരെ പോകണം. അവിടുന്ന് വേണം നമുക്ക് തിരിച്ച് കയറി പോകാൻ. ഇവിടെ എല്ലാം കുറേ ഉണ്ട് കേട്ടോ. ഈ പൈൻ മരങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നത്, പൈൻ മരങ്ങളൊക്കെ അവിടെ മുറിച്ചിട്ടിട്ടുമുണ്ട്. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച ഉണ്ടോ. നമ്മൾ ഇത്ര നേരം വന്നപ്പോൾ കുറേ ഒറ്റയും വെട്ടയും തേയില ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അങ്ങോട്ടൊക്കെ ഇനിയിപ്പം താഴെ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. അത് ബംഗ്ലാവിലോട്ടും ഓഫീസിലോട്ടൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ട് പൈൻ മരമാണ് ഞാൻ വിചാരിച്ചത്, പൈൻ്റെ അല്ല. അതൊക്കെ ഓഫീസൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം ഓഫീസ് കെട്ടിടങ്ങളൊക്കെ ആയി വഴിക്കൊക്കെ കൂടുതലും. അവിടെ നിന്ന് അങ്ങനെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറാൻ. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നൊരു വഴിയൊക്കെ കണ്ടു. ഇവിടുന്ന് അങ്ങനെ കുറേ വ്യൂ ഉണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴോട്ടൊക്കെ കുറേ കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നാൽ താഴോട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വഴി നോക്കൂ. താഴേന്ന് വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ട് വരുന്നൊരു പൈപ്പൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. അത് ആ മുകളിലത്തെ തോട്ടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതല്ലേ. അപ്പോൾ താഴെ എവിടെയെങ്കിലും
വലിയൊരു കുളമൊക്കെ കാണുമായിരിക്കും. അതുപോലെ അങ്ങ് ദൂരെ ആ ചുവന്ന് കിടക്കുന്നുണ്ടോ, അതല്ല റംബുട്ടാൻ്റെ തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ പുതിയ പ്ലാന്റ് എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണോ? അതായത് ഇങ്ങോട്ടും ഉണ്ടേ, ഈ വലയിട്ട് മൂടിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു റംബുട്ടാൻ ചെടിയൊക്കെ. അത് തന്നെയല്ലേ? അവിടെ കണ്ടോ ഒരു ജംഗ്ഷൻ ഉണ്ടേ, നമ്മൾ അവിടേക്കാണ് ചെല്ലുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്, അമ്പലം കാണും, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അവിടെ. ഇനി നമുക്ക് മുന്നോട്ട് ഈ ഒരു വഴിയെ വേണം പോകാനായിട്ടേ. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡൊന്നും വലിയ കുഴപ്പമുള്ള റോഡല്ല കേട്ടോ. അത്യാവശ്യം സാധാരണ ടാറിങ് ആണെങ്കിലും ബസ്സൊക്കെ ഓടുന്ന വഴിയായതുകൊണ്ടേ വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. അവിടുന്ന് ഒരു വഴി തിരിഞ്ഞ് വലത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയാന്ന് തോന്നുന്നു. ഉണ്ട് ഇവിടേക്കൊക്കെ ഇതൊക്കെ അങ്ങ് കമ്പത്തുനിന്നൊക്കെ വരുന്ന വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ, പണിക്കാരെയും കൊണ്ടേ. ഇവിടെ ഒരു ചെറിയ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ കാണാവേ, ശിവൻ്റെ. ഹെലിബറി എസ്റ്റേറ്റിൻ്റെ ഒരു ഫാക്ടറി ജംഗ്ഷൻ ഇതാ കേട്ടോ. അതിൻ്റെ ഉള്ളൊരു ഫാക്ടറിയൊക്കെ ഉണ്ടേ. നമുക്ക് ഈ വലത്തോട്ട് കിടക്കുന്ന റോഡെയാണ് പോകേണ്ടത്. ഇടത്തോട്ട് പോയാൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് പോകുന്നത്. ആ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കൂ, നല്ല തേയിലത്തോട്ടങ്ങളും മലനിരകളും ഒക്കെ ആയിട്ട് ഒരു ഈച്ച കിടന്നിങ്ങനെ വട്ടമിട്ട് കളിക്കുക. ഇത് ഈ തേയിലപ്പൊടിയുടെ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് സെൻ്ററാണ് കേട്ടോ. പിന്നെ ആ ഫാക്ടറിയുടെ ഭാഗമൊക്കെ അങ്ങോട്ടേക്ക് ലൈറ്റ് കുറവാണ്. ഇവിടുന്നൊക്കെ താഴോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ. ഇത്ര പഴക്കമുള്ള കെട്ടിടമായിരിക്കും അല്ലേ അതൊക്കെ. അതുപോലെ തന്നെ അക്കരെ കൂടെ ഒക്കെ കുറേ വീടുകളുണ്ട്. അതിൻ്റെ നടുക്കെടുത്ത് ആ കാണുന്ന അത് കണ്ടോ, അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ആ കാണുന്ന ഒരു ചെറിയ അമ്പലമാണ് താഴെ ഇരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടേ വേമ്പുമരങ്ങൾ നിൽക്കുന്നു നോക്കി എൻ്റെ നേരെ വന്ന്. നല്ല ലൊക്കേഷൻ അല്ലേ. ഈ വഴിക്കൊക്കെ ഇപ്പം നമ്മൾ വന്നിട്ടേ ഒരുപാടായിരുന്നേ. അന്നൊക്കെ വരുമ്പോൾ ഇത്രയും മനോഹരമായൊരു കാഴ്ചകളൊന്നും ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ താഴോട്ട് പോകുന്ന വഴിയുണ്ടോ, അവിടെ താഴെ ഒരു പഴയ കെട്ടിടം ഇരിപ്പുണ്ട്. ഈ വേമ്പുമരങ്ങൾക്കിടയിലായിട്ടൊരു പഴയ ബംഗ്ലാവ് ഇരിക്കുന്നു നോക്കി. സായിപ്പുമാരുടെ കാലത്തൊക്കെ നിർമ്മിച്ചതായിരിക്കും മിക്കവാറും. ഹെലിബറിയ മെയിൻ ജംഗ്ഷൻ എത്തി കേട്ടോ. ഇവിടെ ഒരു അമ്പലത്തിൻ്റെയൊക്കെ ഒരു പ്രതിഷ്ഠയൊക്കെ കാണാം. പിന്നെ അവിടെ ഇപ്പോൾ അവർ തേയിലയൊക്കെ കൊണ്ടുവന്നിട്ടേ കൊണ്ടു നോക്കുക. അതിപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോക്കോളുവേ. ഇവരൊക്കെ കൊണ്ടുവന്നുണ്ടോ. ആ തേയില എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മൾ കുറേ പ്രതീക്ഷിച്ചൊരു കാഴ്ച ഇപ്പം കിട്ടി കേട്ടോ. തേയില എടുക്കാൻ വേണ്ടി ഇതാ ട്രാക്ടർ വന്നിരിക്കുന്നു. നമ്മൾ കുറേ ആലോചിച്ചൊരു കാഴ്ച, അത് ഇപ്പോഴാണ് കിട്ടിയത്. അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ കുറേ വീടുകളും ലയങ്ങളും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട പള്ളിയില്ലേ, അതൊക്കെ കാണാവേ. ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള റോഡേ പോകാം. അതൊക്കെയാണ്. ഇപ്പം നമ്മൾ താഴോട്ട് പോകണം, താഴത്തെ വഴിയെ. നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട ആ ഒരു പള്ളി ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു പള്ളിയുടെ കാഴ്ചകൾ കണ്ടിട്ട് വരാവേ. താഴോട്ടൊക്കെ സെപ്പറേറ്റ് വീടുകളൊക്കെ സ്റ്റേറ്റിൽ നിന്നൊക്കെ പോയ ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലേ. ഇതാണ് കേട്ടോ ആ പള്ളി. നമ്മളങ്ങ് മലയുടെ മുകളിൽ നിന്ന് കേട്ടോ പള്ളി. മലയുടെ മുകളിൽ നിന്നല്ല, ആ വരുന്ന വഴിക്ക് ആ മൂലയിൽ നിന്ന് കണ്ട് പഴയ കല്ലുകെട്ടൊക്കെ ആയിട്ട് മുതലൊക്കെ ഉണ്ടാക്കി. ഹെലിബ്രയിലെ പള്ളി. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കോൺക്രീറ്റ് റോഡായിരുന്നു താഴോട്ടെ. ഒരു മലനിര ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ, ഇങ്ങനെ കോട്ട കിട്ടിയ പോലെയാണേ. ഹെലിബ്രിയ എസ്റ്റേറ്റിലെ കാഴ്ചകൾ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആ ഒരു വഴിയുണ്ടോ, തേയില കയറ്റിക്കൊണ്ടുവരാൻ വണ്ടി വന്നിട്ടുണ്ടേ. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇന്ന് കൊണ്ടുവന്ന തേയിലക്കൊളുത്തുകളെല്ലാം കൂടെ ഇവരെ ചാക്കിനകത്ത് തൂക്കി എടുക്കാനുള്ള പരിപാടിയിലാണ്. അതിലേ ഒരു വഴിയുണ്ട് കേട്ടോ. ഒരു ശ്രീകൃഷ്ണസ്വാമി മഹാദേവ ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ.
നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ. അപ്പുറത്തെ വഴിക്ക് പോയാൽ അങ്ങോട്ട് മ്ലാമല ആ വഴിക്കൊക്കെ അങ്ങോട്ടാണേ. ഇതാകുമ്പോൾ ചപ്പാത്തിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ വഴി പോകാം. ഹെലിബ്രിയയിലെ റേഷൻ കട കണ്ടോ? ഇതാണേ. ആ റേഷൻ കടയല്ലേ. അതിൻ്റെ അപ്പുറത്തോട്ട് കുറേ വീടുകളൊക്കെ കാണാം. നമ്മൾ ഈ വഴിക്ക് വേണം കേട്ടോ മുന്നോട്ട് പോകാം. അതാ ഒരു ജീപ്പ് അതിൽ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടേ. പണിക്കരയുമ്പോൾ കൊണ്ട് പോകുന്ന വണ്ടി കണ്ടോ? ഇവിടേക്കെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുവാൻ തോന്നുന്നു അല്ലേ. അങ്ങോട്ടൊക്കെ കുറേ വീടുകളുണ്ട്. ആ ഒരു ഓട്ടോ കയറി അവിടെ മറഞ്ഞു. അല്ലെങ്കിൽ ആ വീട് ഇപ്പോൾ കാണാം കണ്ടോ. കുമിളിക്ക് പോകുന്ന വഴിയുണ്ടോ? അതങ്ങനെ കറങ്ങിത്തിരിഞ്ഞാണ് കുമിളിക്ക് അതിലേ അങ്ങനെ പോകും കേട്ടോ. പക്ഷെ നമ്മൾ ആ വഴിക്ക് പോകില്ല. ആ വഴിക്ക് ഒരു ദിവസം പോകുമായിരുന്നല്ലോ. അത് പിന്നീട് ഒരു ദിവസം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരണം. ഇറങ്ങി വന്നപ്പം ഇതുപോലുള്ളൊരു കാഴ്ചകളാണ്. മുകളിലൊരു പള്ളിയും കൂടെ നമുക്ക് കാണാം. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയുണ്ട്. വീതി കുറഞ്ഞൊരു വഴിയാണ്. ഇരു സൈഡിലും വീടുകളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് കടകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ തന്നെ ഇങ്ങനെ താഴോട്ടിറങ്ങി പോകണം. നമ്മൾ വന്ന വഴിക്ക് ഇങ്ങനെ താഴ്ഭാഗത്തോട്ട് കുറച്ചൊക്കെ നോക്കിയാലേ കുറേ ഭാഗം ഇങ്ങനെ ഒരു തേയില പണ്ടുണ്ടായിരുന്നതായിട്ടും പിന്നെ ഇപ്പോൾ അത്ര പുഷ്ടിയല്ലാത്ത കുറേ തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പോയിട്ട് അവിടെ ഒരു മരമുണ്ടേ. ആ മരത്തിൻ്റെ അവിടെ ചെന്നിട്ട് മുകളിലൊരു അമ്പലമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ടൊരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ആ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് പറ്റുവാണെങ്കിൽ മുകളിലോട്ടൊക്കെ കയറിപ്പോവാം. മേളിലൊരു അമ്പലമൊക്കെ ഇരിപ്പുണ്ടേ. ഇവിടെ കുറച്ച് വലിയ വാഗമരങ്ങളുണ്ട് കേട്ടോ. എത്ര വലിപ്പമാണെന്ന് അറിയുന്നത്. ഇത് എത്ര വർഷം പഴക്കം കാണും അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം, പിന്നെ ഇങ്ങോട്ട് മാറി ഒരു രണ്ടെണ്ണം ഉണ്ട്. ഇതെല്ലാം ഇവിടെ പൂക്കുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. പൂവിൻ്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് ആ വഴിക്ക് പോയാലാണ് ആ അമ്പലത്തിൻ്റെ അടുത്തോട്ടുള്ളൊരു കാഴ്ച കിട്ടുന്നത് കേട്ടോ. ചുമ്മാ ഒന്ന് പോയി നോക്കാം. ഇതിവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് അതെന്തിനാണോ. എന്നാലും നമ്മൾ വന്ന ആ ഒരു ഭാഗമൊക്കെ കണ്ടോ. അങ്ങോട്ടൊക്കെ നോക്കി പിന്നെ മുകളിൽ കൂടെ ഒക്കെ ഒരുപാട് വീടുകൾ ഇരിപ്പുണ്ടേ. അപ്പം അതിലേ അങ്ങനെ കയറി പോയാലും ആ മുകളിലത്തെ ആ ഒരു കവലയിലോട്ടൊക്കെ ചെല്ലാം. കുട്ടികളെ കൊണ്ട് വരുന്ന ജീപ്പാട്ടോ. മേളി വരെ കയറി പോയിട്ട് വരാം. അമ്പലം ആ വഴി സൈഡിൽ നിന്നൊക്കെ കാണാമായിരിക്കും. കൃഷ്ണൻ്റെ അമ്പലം. അങ്ങോട്ടൊക്കെ നോക്കി ആ അതിലേ അങ്ങനെയാണ് പിന്നെ മ്ലാമലയ്ക്കൊക്കെ പോകുന്ന വഴി. താഴെക്കൂടെ അങ്ങനെ അതിലെ ഒരു ദിവസം അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരണം. ആ വഴി നന്നാക്കിയല്ലേ. അതിലേ അങ്ങനെ വന്നിട്ട് ഏലപ്പാറയ്ക്ക് പോകാം. അപ്പം അടുത്തെങ്ങും പറ്റുമല്ല. അടുത്ത് ചെയ്താൽ അതൊരു ബോറായിരിക്കും അല്ലേ. നല്ല വ്യൂ ആട്ടോ ഇവിടെ എവിടെ നോക്കിയാലും. അമ്പലത്തിലോട്ട് കയറുന്ന അവിടെ ഗേറ്റാണ് കേട്ടോ. ആ ഗേറ്റ് അപ്പറയാ. പക്ഷേ ഗേറ്റ് അടച്ചിട്ടിരിക്കുക. കയറിപ്പോകാൻ പറ്റൂല. വഴിയൊന്ന് കാണാം അമ്പലം. ഇതാണ് കേട്ടോ അമ്പലം. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അത് കണ്ടോ ആ ഒരു മലനിര കണ്ടോ. അതിൻ്റെ മണ്ടേ കൂടെയൊക്കെ ആൾക്കാർ കയറുന്നതാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് മുകളിലോട്ടൊരു റോഡ് പോകുന്നുണ്ട്, താഴോട്ട് ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. ആ മുകളിലോട്ട് പോകുന്ന വഴി എങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് താഴെ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ടേ അവിടുന്ന് നമുക്ക് താഴെ ചപ്പാത്ത് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലമുണ്ടേ, അവിടേക്ക് പോകാവേ. ഇവിടെ ഒരു ചെറിയ മിനി ടാങ്കൊക്കെ കാണുന്നുണ്ട്. ഇതെന്നാന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ തെലിച്ചെടിക്കൊക്കെ മരുന്നടിക്കാനൊക്കെ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് നിറച്ച് വെക്കുന്ന സംഭവം തോന്നുന്നു. ആ അത് തന്നെ കേട്ടോ.
അതിനുള്ളൊരു സെറ്റപ്പാണ് ഇത്. അതിലേ ഒരു ട്രാവലർ കയറി വരുന്നുണ്ടോ. ഇതെങ്ങോട്ട് പോകുന്ന ഈ ട്രാവലർ? ഇത്രയും വലിയ വണ്ടിയൊക്കെ ഇതിലേ പോവോ? പോവായിരിക്കും അല്ലേ? ഇത് സ്കൂൾ ബസ്സാല്ലേ? ആ അത് പറ. നമ്മൾ മോളിൽ കണ്ട ആ ഒരു വണ്ടി വരുന്നുണ്ടോ, തേയില കുളന്തൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ലോറി. അത് താഴത്തെ ഫാക്ടറിയിലോട്ടോ മറ്റേ പോവാൻ തോന്നുന്നു. അതെ, ഇതിലേ ഇങ്ങനെ ഈ തോട്ടത്തിനുള്ളിൽ കൂടെ ഇതിലേ ഒരു വഴിയുണ്ടല്ലോ. ആ ഇത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. ആ ഇവിടുന്ന് മുകളിലോട്ടൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, അടിപൊളി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇത് കൊള്ളാം. ഈ പൈൻമരത്തിൻ്റെ ഇടയിൽ കൂടെ ആ അമ്പലത്തിനങ്ങോട്ടൊക്കെ കയറിപ്പോകുന്നൊരു സ്റ്റെപ്പാണ്. നല്ല പച്ച പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ, നല്ല രസമല്ലേ അല്ലേ? പൈൻമരമാണ് കുറേ ഇങ്ങനെ നിൽപ്പോൾ അല്ലേ, കുറേ എന്ന് പറഞ്ഞാൽ 2-3 പൈൻമരമൊക്കെ ഇതുണ്ടോ നിൽപ്പുണ്ടേ. അതിനിടയ്ക്കൂടെ ഈ പച്ചപ്പായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പും കൂടെ ആകുമ്പോൾ നല്ല കിടുക്കാഴ്ച കേട്ടോ. അങ്ങോട്ടേക്ക് കുറേ ദൂരം കൂടെ ഒക്കെ നടക്കുവാണ്, നല്ല രസം കേട്ടോ. ഇതിലെ നിരന്തരം ഇങ്ങനെ കുറേ വാഹനങ്ങൾ പോകുന്നൊരു വഴി തന്നെയാണ് കേട്ടോ. അവിടെ കണ്ടോ ഇപ്പോഴും കൊളുന്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ. കൊളുന്തെടുത്ത് തീർന്നില്ല. നമ്മളിറങ്ങി പോകുന്ന വഴിയാണ് കാണുന്നത്. അതിൻ്റെ നടുക്കൂടെ ഒരു വഴിയുണ്ടോ, അത് പെരിയാർ നദി മുറിച്ച് കയറിയാണ് പോകുന്നത്. അതിലെ ആ വഴി എങ്ങനെ കയറി നമ്മൾ അപ്പുറത്ത് ചപ്പാത്ത് മ്ലാമല റോഡിലോട്ട് പോയി കയറും. താഴെ കാണുന്ന ആ മരത്തിൻ്റെയൊക്കെ ചുവട്ടിലൊരു അമ്പലമുണ്ട് കേട്ടോ. താഴത്തെ വഴിയെ വരുമ്പോൾ നമുക്ക് കാണാവേ. മറ്റൊരു വാഹനം ഇതാ ഈ തേയിലക്കാട്ടിൽ കൂടെ വരുന്ന നോക്കി. ഇതിന് ഇടയ്ക്ക് കുറച്ച് തെങ്ങ് കൃഷിയൊക്കെ കാണാം കേട്ടോ. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നേ. അപ്പുറത്തോട്ട് ആ റബ്ബറോ തെങ്ങോ എന്തൊക്കെ ഉണ്ട്. നമ്മൾ ഏലപ്പാറ വഴി വന്ന ഹെലിബറിയിലേക്ക് വന്ന ആ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകൾ അങ്ങ് ദൂരെ നമുക്ക് കാണാം. അവിടുന്ന് ഒരു സ്കൂൾ ബസ് വരുന്ന കേട്ടോ, ചപ്പാത്തിന്ന്. അവിടെ നിർത്തി കേട്ടോ. ഇതായി താഴേന്ന് വേറൊരു ബസ്. ഈ സമയം സ്കൂൾ ബസ്സിൻ്റെ സമയമാണല്ലോ. താഴെക്കൂടെ വന്ന ആ ഒരു സ്കൂൾ ബസ് കയറി വരുന്നുണ്ട് ഇതിലേക്ക് കേട്ടോ. ഈ വഴിക്കൊക്കെ ഈ സ്കൂൾ ബസ്സിന് സയൻസ് സ്കൂളിൻ്റെ ആണുള്ളത്. ഇവിടെ നിന്നൊക്കെ പിള്ളേർ പോയി പഠിക്കുന്നുണ്ടല്ലേ. നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വഴിയുണ്ടോ, ഈ വഴിയുടെ സൈഡിലൊക്കെ 1-2 പഴയ കെട്ടിടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നല്ല പച്ചയും വെള്ളയും ഒക്കെ പെയിൻ്റൊക്കെ അടിച്ച് വലുതായി. ഇവിടെ ഉണ്ടൊരെണ്ണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ ഇതാണ് പെരിയാർ വള്ളക്കടവ്. അല്ല, പെരിയാറല്ല, ചപ്പാത്ത് വള്ളക്കടവ്. ആ അമ്പലത്തിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ കുറച്ച് പഴയ മോഡൽ ലയമൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുന്ന് ഇതാ അങ്ങോട്ടുള്ള ആ വഴിയുണ്ടോ, ആ വഴിക്ക് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏലപ്പാറ ഭാഗത്തേക്ക് പോകാം കേട്ടോ. നമ്മുടെ ആ കരിന്തിരി, കൊച്ചു കരിന്തിരി, അവിടെ ആ പാലത്തിൻ്റെ അവിടെ പോയി കയറാം. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മളിതാ ഈ ഒരു വഴിക്ക് നേരെ മുന്നോട്ടാണ് പോകുന്നത് കേട്ടോ. എന്തേരം പഴയതും പുതിയതായ കെട്ടിടങ്ങളാണെന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും ഒന്നും ആൾക്കാരങ്ങനെ താമസമൊന്നുമില്ല കേട്ടോ. ചില കെട്ടിടങ്ങളിലൊക്കെ ഉള്ളൂ. ഒരു കാലത്ത് ഇവിടെയൊക്കെ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തനം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നല്ലേ. പക്ഷെ ഇന്നിപ്പോൾ കുറേ പൊളിഞ്ഞ കെട്ടിടങ്ങളും പൊളിയാതെ നിൽക്കുന്ന കെട്ടിടങ്ങളും ഭയങ്കര തകർച്ചയുടെ വക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം മഴ പെയ്താലൊക്കെ ചോരും. ഇതുണ്ട്, ഇവിടെ ഒരു കെട്ടിടം കിടക്കുന്നുണ്ടോ. അങ്ങനെയൊക്കെ കുറേ ചേച്ചിമാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, പണിയൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. നമ്മൾ ആ മോളിൽ നിന്നപ്പോൾ ഒരു അമ്പലം കണ്ടില്ലായിരുന്നു, അതിൻ്റെ മണ്ടവശം. പക്ഷേ ഈ താഴെ വന്നപ്പോൾ അത് നല്ലതായിട്ട് കാണാം കേട്ടോ. ആ മരത്തിൻ്റെ ചുവട്ടിലായിട്ടേ നല്ല ഭംഗിയിലാണ് കാണാൻ. ചപ്പാത്ത് വള്ളക്കടവ് പാലം കണ്ടോ, പെരിയാർ നദിക്ക് കുറുകെയുള്ള. ഇതൊക്കെ
18, 19, 20, 21 കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഇതിൻ്റെയൊക്കെ കൈവരിയെല്ലാം പറഞ്ഞു പോയതാണ്. പെരിയാറ്റിലങ്ങനെ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ തീരെ കുറവാണ്, മഴയൊക്കെ കുറവായതുകൊണ്ട്. അവിടെ വന്നൊരു ചേട്ടൻ ചങ്ങാടത്തേൽ നടന്ന് വലയിടുവോ എന്തോ പരിപാടി കേട്ടോ, മീൻ പിടിക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പാലം കടന്ന് അക്കരെ കയറിയ പിന്നെ നമ്മൾ ചപ്പാത്ത് ഭാഗത്തേക്ക് എത്തും കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക. പിന്നെ പരിചയക്കാരിലേക്ക് നമ്മുടെ ഈ കൊച്ചു ചാനലൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.